ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ വിഷ്ണുശാലിനിയിൽ നമ്മുടെ വിഷ്ണു സത്യഭാമ വിഷ്ണുവിനെ മറ്റൊരു വിവാഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് കേട്ടാലോ. അങ്ങനെ നമ്മുടെ സ്കൂളിലേക്ക് നമ്മുടെ പപ്പിക്കുട്ടിയെയും സത്യകുട്ടിയെയും ഒക്കെ ആക്കിയിട്ട് എല്ലാവരും പോയിട്ടുണ്ട്. ശാലിനി പോയി, പിന്നെ സത്യാമ്മയും പിന്നെ വിഷ്ണുവും ശ്യാമയും പോയി. എന്നിട്ട് നമ്മുടെ സത്യാമ്മയുടെ കൊച്ചുമോളായി വളർത്തുന്ന പപ്പിക്കുട്ടിയെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ വാട്ടർ ബോട്ടിലിൽ വെള്ളം തീർന്നു പോകുന്നുണ്ട്. അന്നേരം ബോട്ടിലിൽ വെള്ളം എടുക്കുന്നതിന് വേണ്ടി അവൾ പുറത്തേക്ക് പോയ സമയത്ത് മറ്റൊരു കുട്ടി, ഒരു ലിജോ എന്ന് പേരുള്ള മറ്റൊരു കുട്ടി അവിടെ വന്നിരിപ്പുണ്ട്. അവൻ ഇച്ചിരി വികൃതക്കാരനാണ്. വന്ന് നേരെ പറഞ്ഞു, ഇതാരാ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ ബാഗ്, അതായത് നമ്മുടെ പപ്പിക്കുട്ടിയുടെ ബാഗ് എടുത്തു. പിന്നെ പുറത്തേക്കല്ല, ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ലിജോ, എനിക്ക് ഇനി ഇവിടെ ഞാനാണ് ഇനി ഇവിടുത്തെ ആൾ, ആരും ഇനി ഒന്നും പറയണ്ട, ആരും ഒന്നും കണ്ടിട്ടില്ല ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ സത്യകുട്ടി ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുമ്പോൾ ടീച്ചർ ഫോൺ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിച്ച് ഹസ്ബൻഡിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഒത്തിരി നേരം നിന്നിട്ടും ടീച്ചർ അകത്തേക്ക് കയറാൻ പറയുന്നില്ല. അവസാനം നമ്മുടെ സത്യമോൾ പറയുന്നുണ്ട്, മിസ്സേ ഞാൻ ക്ലാസ്സിൽ കയറി ഇരുന്നോട്ടെ എന്ന്. അപ്പോൾ മിസ്സ് പറഞ്ഞാൽ പോയിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ ലിജോയുടെ അവിടുത്തെ ബെഞ്ചിലൊക്കെ കയറിയിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ പപ്പിക്കുട്ടി വെള്ളമായിട്ട് വരുമ്പോൾ ലിജോ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ പറയാം, അയ്യോ ഇത് എൻ്റെ സ്ഥലത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ ആ കുട്ടി പാവം പോലെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ലിജോ പറയും, നീ ആരാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പറഞ്ഞ് അവൻ കുട്ടിയെ പിടിച്ച് തള്ളി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെന്ന് വീഴുന്നു. അങ്ങനെ എല്ലാവരും കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരമാണ് നമ്മുടെ സത്യകുട്ടി അവിടെ ചെന്നത്. സത്യകുട്ടി നേരെ ചെന്ന് നമ്മുടെ പപ്പിക്കുട്ടിയുടെ കൈ ഇങ്ങനെ കൈ ഇതാന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്കും കൈ കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, നമ്മളെന്താ ഉറ്റ ആൾക്കാരാണ്, ഇനി നീയും ഞാനും ആണെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ലിജോയെ പറയുന്നുണ്ട്, നീ എണീക്കിടാന്ന്. അപ്പോൾ അവൻ എണീക്കുന്നില്ല. എന്നിട്ട് അവൻ്റെ കോളർ പിടിച്ചിട്ട് എണീക്കിടാന്നൊക്കെ നമ്മുടെ സത്യകുട്ടി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പെൺകുട്ടികൾ ഒന്നിനും പേടിച്ചിട്ട് കരയാൻ പാടില്ല, കരയുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പപ്പിയുടെ കണ്ണൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലിജോയോട് പറയുന്നുണ്ട്, നീ എന്തായി കാണിച്ചെന്നൊക്കെ പറഞ്ഞ് ലിജോയോട് കുറച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ഈ കുട്ടിയെ, നമ്മുടെ സത്യകുട്ടി എൻ്റെ ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികളോടും പറയുന്നുണ്ട്, നിങ്ങൾ ഇതിനൊക്കെ ചിരിക്കുന്നുണ്ടോ, അതാണോ ഇതാണോ എന്നൊക്കെ ഓരോന്നും പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് ഈ ലിജോ ചെന്ന് ബാക്കിൽ പിന്നെ ഒതുങ്ങിക്കൂടി അങ്ങ് ഇരിക്കുകയും ചെയ്തു. നമ്മുടെ സത്യകുട്ടിയും പപ്പിയും കൂടി ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് ക്ലാസ്സിൽ ഒരുമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാഘവൻ നായർ വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ രോഹിത് അവിടെ വരുന്നുണ്ട്. അപ്പോൾ രോഹിത്തിനോട് പറയുന്നുണ്ട്, നീ എന്തായി കാണിച്ചത്, മോളുടെ ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ സ്കൂളിൽ പോകാനുള്ള, അന്ന് നിനക്ക് പോകാൻ പാടില്ല, നീയും കൂടെ അല്ലേ ചെല്ലാനുള്ള എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാഘവൻ നായർ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് രോഹിത് പറയുന്നുണ്ട്, അത് വെച്ചാൽ നമ്മുടെ ഹോട്ടലിലെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയല്ലേ, അപ്പോൾ പിന്നെ മാറി നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. പറയോ അതൊക്കെ നടക്കും, അതൊന്നും വലിയതൊന്നുമല്ല, നമ്മുടെ കുടുംബമാണ് ഏറ്റവും വലുത് ഇതിനേക്കാളും എന്നൊക്കെ നമ്മുടെ രാഘവൻ നായർ നമ്മുടെ രോഹിത്തിനെ ഉപദേശിക്കുകയാണ്. അവരിങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ സത്യാമ്മയും ശ്യാമയും വിഷ്ണുവും കൂടി അവിടേക്ക് കയറി ചെല്ലുന്നത്. അവിടെ കയറി ചെല്ലുമ്പോൾ അവർക്ക് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സത്യാമ്മ ചെന്നൊരു ചെയറിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, മോളെ സ്കൂളിലേക്ക് ആക്കിയോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ എല്ലാവരും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പം പറയുന്നുണ്ട്, പിന്നെ ഇവിടെ ഇന്ന് രാവിലെ സത്യാമ്മ പറയുന്നുണ്ട്, ഇന്ന് രാവിലെ പപ്പിമോള് ചോദിച്ചത് കേട്ടില്ലേ, അതിനൊരു ഉത്തരം പറയാൻ ഇവിടെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ആ വീട്ടിൽ വെച്ചിട്ടുള്ള ഫാമിലി ഫോട്ടോയാണ്. ആ ഫാമിലി ഫോട്ടോയിൽ നമ്മുടെ ശാലിനിയുടെ മുഖത്ത് ഇൻറ്റു മാർക്കും, അതായത് ഒരു സിലോ ടാപ്പ് വെച്ച് ഇൻറ്റു ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ശാലിനി അറിയാൻ പറ്റില്ല ഫേസ്. അപ്പോൾ പറയുന്നുണ്ട്, അത് എന്താ പിന്നെ അതുകൊണ്ട് അതിനുള്ളൊരു ഉത്തരം നമുക്ക് വേണം, അതുകൊണ്ട് എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം വിഷ്ണുവും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്, ഇനി ശാലിനിയെ തിരിച്ച് വിളിക്കാനാണോ പറയുന്നത്, എന്താണ് അവിടുന്ന് പറയുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ പിള്ളച്ചേട്ടൻ ഒരു വിജയനാരെയും കൊണ്ടുവരികയാണ്. അപ്പോൾ എന്നിട്ട് പറയണം, വിജയൻ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സത്യാമ്മ വിളിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് പറയുകയാണ്, പിന്നെ എന്താ പിന്നെ, അപ്പോൾ പറയാം, ഇതാണല്ലേ വിഷ്ണു, ഒരു പിന്നെ ബോളിവുഡിൻ്റെ ഹീറോയെ പോലുണ്ടല്ലോ എന്ന് കേൾക്കും. അപ്പോൾ നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട്, ബോളിവുഡിലെ ഹീറോയെ പോലെ തന്നെ ആ ഹീറോയ്ക്ക് ഒരു ഹീറോയിനെ വേണമെന്ന്. അപ്പോഴേ എല്ലാവരും കൂടി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന വിഷ്ണുവും അന്തം വിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഷൺമുഖദാസിൻ്റെ മുൻ മന്ത്രിയായിരുന്ന ഷൺമുഖദാസിൻ്റെ മകൾ മഞ്ചരിയെ ഞാൻ പല ഫംഗ്ഷനിലും വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടി നല്ല കുട്ടിയാണ്, അടക്കം ഒതുക്കമൊക്കെയുള്ള നല്ല കുട്ടിയാണ്. അത് നമ്മുടെ വിഷ്ണുവിന് വേണ്ടി ആലോചിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിച്ച് വരുത്തിയത്. നേരിട്ട് വേണമെങ്കിൽ എനിക്ക് പോകാമായിരുന്നു, പക്ഷേ നേരിട്ട് പോയാലും നമ്മുടെ പിന്നെ അയാൾ ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരു നോ പറഞ്ഞാൽ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിനിടയിൽ താങ്കളെ കൂടെ ഇട്ടതെന്ന് പറയുമ്പോൾ അയാളും പറയുന്നത്, ശരിയാ, അതിനിടയിൽ ഒരാൾ കൂടി കിടന്ന് ഇങ്ങനെ പോകുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ബ്രോക്കർ എന്ത് ചെയ്യും, ഈ മഞ്ചരി എന്ന് പറഞ്ഞ കുട്ടിയുടെ ഫോട്ടോ എടുത്ത് സത്യാമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ സത്യാമ്മ ഫോട്ടോയിലേക്ക് ഇങ്ങനെ
നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കുട്ടി ഇതേ കുട്ടിയാണ്, ഈ കുട്ടി തന്നെയാണ് ഞാൻ കണ്ടത്. ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോൾ എന്തോ ബഹുമാനവും അടക്കവും ഒതുക്കവും നല്ല വിനയമുള്ളൊരു കുട്ടിയാണ്, ഇത് അവന് ചേരുന്ന കുട്ടിയാണെന്ന്. അപ്പം ഈ രാഘവൻ നായർ ഇവിടെ എന്ത് ഭാവിച്ച ഇങ്ങനെയൊക്കെ ഇങ്ങനെ പിന്നെ അന്തം വിട്ട് നിൽക്കുകയാണ് ഈ സത്യം മറ്റൊരു ആലോചനയും കൊണ്ട് വന്നപ്പോൾ. ഇതേ രീതിയിൽ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ശ്യാമ. കാര്യം ശ്യാമ രാവിലെ അമ്പലത്തിൽ വെച്ച് നമ്മുടെ ശാലിനിയെ കണ്ടതാണല്ലോ, സംസാരിച്ചതാണല്ലോ. അപ്പം ആർക്കും ഇവിടെ സത്യാമ്മയെ ഒന്നും എതിർത്ത് പറയാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ശ്യാമയും ഇതേ രീതിയിൽ തന്നെയാണ്. ഇതെല്ലാം കേട്ട് ഒരു അമ്പരപ്പോടെ നമ്മുടെ വിഷ്ണുവും ഇങ്ങനെ നിൽക്കുകയാണ്. ഇതെന്താ ഭാവിച്ച, എന്താ എവിടം വരെ പോകും എന്നുള്ള രീതിയൊക്കെ. ഇത്ര പെട്ടെന്ന് 6 വർഷം കൊണ്ട് ശാലിനിയെ മനസ്സിൽ നിന്ന് കളയാൻ തനിക്കാകുമോ എന്നുള്ള രീതിയിലൊക്കെ വിഷ്ണു അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സത്യാമ്മ എന്ത് ചെയ്തു, ആ ഫോട്ടോ ഇങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ നോക്കിയതിന് ശേഷം വിഷ്ണുവിനെ കാണിക്കുന്നുണ്ട്. ദേ നീ ഇതിങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ നീട്ടി കയ്യിൽ കാണിക്കുമ്പോൾ തന്നെ വിഷ്ണു ആ കൈ ഇങ്ങനെ തട്ടിക്കളയുകയാണ്, ഫോട്ടോ ഇങ്ങനെ തട്ടിക്കളയുകയാണ്. പെട്ടെന്ന് സത്യാമ്മ എഴുന്നേൽക്കുന്നു, വിഷ്ണു എഴുന്നേൽക്കുന്നുണ്ട്. തട്ടിക്കളഞ്ഞ ആ ദേഷ്യത്തിൽ നിൽക്കുന്നതാണ് വിഷ്ണു. അപ്പോൾ എന്തായാലും സത്യാമ്മ ഇനിയിപ്പോൾ അവിടെ ഒരു ചെറിയ ഒരു ക്രാഷൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ട്. കാര്യം ശാലിനി അവർക്ക് വേണ്ടല്ലോ, ഇഷ്ടമല്ലല്ലോ. അപ്പോൾ പിന്നെ ഇനി വിഷ്ണുവിനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാനുള്ള തത്രപ്പാടിലായിരിക്കും നമ്മുടെ സത്യാമ്മ. ഇതിനിടയിൽ സുസ്മിത ശ്യാമയെ വകവരുത്താനുള്ള പല ഗുണ്ടകളെയും കോണ്ടാക്ട് ചെയ്ത് അതിനുള്ള പുറപ്പാടും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷ്ണുശാലിനിയുടെ പിന്നെ പുതിയ ഭാഗങ്ങളെന്ന് പറയുന്നത്. അടുത്ത ഭാഗങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, കമൻറ്റ് തരണം, സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്